ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ വക്കിലാണ്. The Iran war continues in its third week. Fueled concerns that the war won't end anytime soon. സ്ഥിതി കൂടുതൽ വഷളാവുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകളാണ്. A series of strikes across the Middle East jolted energy markets. നമസ്കാരം. വളരെ അപ്രതീക്ഷിതമായി വന്ന് ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം GCCയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. യുദ്ധങ്ങളായിക്കോട്ടെ, കോവിഡ് പോലെയുള്ള അപ്രതീക്ഷിതമായി വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയി വരുന്ന ക്രൈസിസുകൾ ബിസിനസ്സുകളെ ആകെ ഒന്ന് തകർത്ത് കളയും എന്നാണ്. ഇത്തരം സമയത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ എങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജി മെനയേണ്ടതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന്. ഇതൊരു ക്രൈസിസ് ആണെങ്കിലും എല്ലാ ക്രൈസിസിന്റെ പിന്നിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും, ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്നൊരു യാഥാർത്ഥ്യമാണ്. 1990കളിൽ ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് കുവൈത്ത് തരിപ്പണമായെങ്കിലും കുവൈത്തിന്റെ തിരിച്ചുവരവ് അപാരമായിരുന്നു. എന്താണ് ഇത്തരം ക്രൈസിസ് നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന പാഠങ്ങൾ? ഒന്ന്, നമ്മൾ കൂടുതൽ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആവാൻ നിർബന്ധിതാകും എന്നാണ്. എല്ലാ ക്രൈസിസിലും ആദ്യം ബാധിക്കപ്പെടുന്നത് ക്യാഷ് ഫ്ലോ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാഷ് ഫ്ലോ പ്രോബ്ലം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇത്തരം ക്രൈസിസിനെ നമ്മൾ മുൻകൂട്ടി കണ്ടാണോ നമ്മൾ മുന്നോട്ട് പോയത്? ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കം ഫിനാൻഷ്യലി നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി വരും. അപ്പൊ കൂടുതൽ ഡിസിപ്ലിൻഡ് ആവാൻ ഇത് നമ്മളെ പഠിപ്പിക്കും എന്നാണ്. രണ്ട്, ക്രൈസിസ് വരുന്ന സമയത്താണ് നമ്മുടെ വീക്ക്നെസ്സുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാവുക. വളരെ മറഞ്ഞിരിക്കുന്ന, ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത പ്രശ്നങ്ങൾ പുറത്തു വരുന്നത്. ഞാൻ ഈ കോവിഡ് വന്ന സമയത്ത് പറഞ്ഞിരുന്നു, കോവിഡ് യഥാർത്ഥത്തിൽ നമ്മുടെ വീക്ക്നെസ്സുകളെ അറ്റാക്ക് ചെയ്തതാണ് എന്നാണ്. അതുപോലെ യുദ്ധം വരുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഇത്തരം ക്രൈസിസ് വരുന്ന സമയത്തായിരിക്കും നമ്മുടെ വീക്ക്നെസ്സുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ അവെയർ ആവുക. പിന്നെ ക്രൈസിസ് നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ റീ എക്സാമിൻ ചെയ്യാൻ സഹായകരമാകും എന്നാണ്. ഇനി ഇങ്ങനത്തെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ ആവശ്യമുണ്ടോ എന്ന പുനർവിചിന്തനത്തിന് സഹായകരമാകും അത്തരം ചിന്തകൾ ഉണ്ടാവട്ടെ. നാലാമത്തെ എന്താണ്? നമ്മുടെ ബിസിനസ് മോഡലുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ബാധ്യസ്ഥനാണോ എന്ന ചിന്ത. ബിസിനസ് മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നോക്കൂ, എല്ലാ ക്രൈസിസിലും അസറ്റ് ഹെവി ബിസിനസ് മോഡലുകൾ. അസറ്റ് ഹെവി എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഇക്വിപ്മെന്റുകളും സ്വന്തമായി ഒരുപാട് ആളുകളും സ്വന്തമായി ബിൽഡിങ്ങുകളും, ഇങ്ങനെ അസറ്റ് ഹെവിയായ ബിസിനസ്സുകളെ സ്വാഭാവികമായി ക്രൈസിസുകൾ കാര്യമായി ബാധിക്കും. അങ്ങനത്തെ ബിസിനസ് മോഡലുകളിൽ ഇത്തരം ക്രൈസിസിന് ശേഷം നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ എന്ന പുനർവിചിന്തനത്തിന് ഈ ക്രൈസിസ് നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ എഗ്രിമെന്റുകൾ, ലോങ് ടേമിന് എഗ്രിമെന്റുകൾ ഉണ്ടാകും. അത്ര എഗ്രിമെന്റുകളിൽ ഫോഴ്സ് മെഷർ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അതിലുള്ളത് എന്നാണ്. ഉദാഹരണം, നമ്മുടെ ഓഫീസ് വാടകയ്ക്കാണ് എറണാകുളത്തുള്ള ഓഫീസ്. അപ്പൊ അതിൽ ഈ ഫോഴ്സ് മെഷർ നമ്മൾ കൃത്യമായി മെൻഷൻ ചെയ്തിരുന്നത് കൊണ്ട് ആ കോവിഡ് വന്ന സമയത്ത്, ലോക്ക്ഡൌൺ സമയത്ത് 2 മാസം നമുക്ക് റെന്റ് കൊടുക്കേണ്ടി വന്നില്ല എന്നതാണ്. അപ്പൊ അത്തരം എഗ്രിമെന്റുകളിൽ ഇത്തരം ചിന്തകൾ കൊണ്ടുവരാൻ ഇത് സഹായകരമാകും എന്നതാണ്. അടുത്ത ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മളുടെ ആത്മാർത്ഥമുള്ളവരുമായി നമ്മൾ കൂടുതൽ അടുക്കാൻ ഉപയോഗപ്രദമാകും എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവനക്കാരും നിങ്ങളുടെ സപ്ലയേഴ്സും നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ അടുപ്പം കൂട്ടാൻ സഹായകരമാകും. ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിന്റെ ഓപ്പർച്യൂണിറ്റികളാണ്, പുതിയ പദ്ധതികളും പുതിയ കാര്യങ്ങളും ഉണ്ടാവാൻ. പക്ഷെ ക്രൈസിസ് സമയത്ത് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ചെയ്യേണ്ടത് ഏറ്റവും പെട്ടെന്ന് ഈ ക്രൈസിസിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നതാണ്. ഒരു ഉദാഹരണം പറയാം. കോവിഡ് വന്ന സമയത്ത് UAE വോക്സ് സിനിമാ തിയേറ്ററുകൾ പൂട്ടപ്പെട്ടു. അൽഫത്താമിന്റെയാണ് അത്. വോക്സ് തിയേറ്ററുകൾ പൂട്ടിയപ്പോൾ അവിടുത്തെ ജീവനക്കാരെ ഇമ്മീഡിയറ്റായി അവരുടെ തന്നെ ക്യാരി ഫോർവേഡ് ഡെലിവറി ഏജന്റുകളായി അവർ മാറ്റി എന്നാണ്. അപ്പൊ എത്ര പെട്ടെന്നാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ക്രൈസിസിനോട്. ഒന്ന്, പ്രധാനമായി ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ജീവനക്കാരുമായി, പ്രത്യേകിച്ച് ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ ലീഡേഴ്സുമായി ഇന്നത്തെ സിറ്റുവേഷനെ കുറിച്ചും ഈ സിറ്റുവേഷനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ഒരു ചർച്ച നടത്തുക എന്നതാണ്. ഈ സമയത്താണ്, ക്രൈസിസ് സമയത്ത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ കൂട്ടേണ്ട സമയമാണ്. അപ്പൊ അത്തരം ചർച്ചകളിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി എടുക്കുക എന്നാണ്. ഇത് നീണ്ടുപോയാൽ എന്ത് ചെയ്യും? 3 സെനാരിയോ ഡിസ്കസ് ചെയ്യുക. ഒന്ന്, ബെസ്റ്റ് സെനാരിയോ, ഇത് നാളെയോ മറ്റന്നാളോ ഇത് തീർന്നേക്കാം, അപ്പൊ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. 2, നോർമൽ സെനാരിയോ, ചിലപ്പോൾ ഇങ്ങനെ പോകുന്ന പോലെ പോയാൽ
പത്രങ്ങൾ പറയുന്ന പോലെ ഒരാഴ്ചയോ 2 ആഴ്ചയോ അങ്ങനെയൊക്കെ പോയേക്കാം നോർമൽ സിനാരിയോ. വസ്റ്റ് സിനാരിയോ, ഇത് നീണ്ടുപോയാൽ എന്ത് ചെയ്യും? ഇങ്ങനെ 3 സിനാരിയോയും നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് എന്ന ചർച്ച നമ്മുടെ ജീവനക്കാരുമായി നടത്തുക. 1. 2, നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് കസ്റ്റമർ നിങ്ങളെപ്പോലെ തന്നെ ഒരു പ്രശ്നത്തിൽ ഉണ്ടാവുമല്ലോ. ഈ കസ്റ്റമേഴ്സുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി അവരുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയാണ് നിങ്ങളതിനെ ഓവർകം ചെയ്യാൻ പോകുന്നത്, ഇത്തരം ഒരു മൊറൈൽ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക വിത്ത് യുവർ കസ്റ്റമേഴ്സ്. സെയിം ടൈം നിങ്ങളുടെ സപ്ലൈ ചെയിൻ്റെ വേറൊരു ഭാഗമായ നിങ്ങളുടെ സപ്ലയേഴ്സിനോട് ഇതേപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി അവരുമായി എന്താണ് പദ്ധതി, അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നത്, നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, നിങ്ങളുടെ ക്യാഷ് ഫ്ലോ സ്റ്റാറ്റസ്, ഇത്തരം കാര്യങ്ങളുമായി ഒരു ഷെയറിംഗ് നടത്തി ഇമ്മീഡിയറ്റായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ നോക്കൂ, എല്ലാ ക്രൈസിസുകളും നമ്മുടെ മനോവീര്യം തകർക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം. മനോവീര്യം തകർന്നാൽ പിന്നെ എല്ലാം തകർന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരു തിരിച്ചുവരവിന് വേണ്ടി നിങ്ങൾ ചരിത്രം വായിച്ചാൽ തോമസ് ആൽവ എഡിസന്റെ ഒരു വലിയ ഫാക്ടറി കത്തി നശിച്ചു. കത്തി നശിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ വന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, എല്ലാം കത്തി നശിച്ചുവല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കത്തി നശിച്ചതല്ല, നമ്മുടെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യപ്പെട്ടു, നമ്മുടെ മിസ്റ്റേക്കുകൾ കത്തിപ്പോയി എന്നാണ് പറയേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു കാഴ്ചയാണ്. തകർന്നു പോകുന്ന സമയത്ത് മനോവീര്യം തകർന്നാൽ എല്ലാം തകർന്നു പോകും എന്നാണ്. അതുകൊണ്ട് ഇത്തരം സമയങ്ങളിൽ നമ്മൾ വളരെ മനോവീര്യമുള്ളവരായി നമ്മളും നമ്മുടെ ടീമിനെയും ആ മനോവീര്യം തകർന്നു പോവാതെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തം ഒരു ഓൺട്രപ്രനർക്ക് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇമ്മീഡിയറ്റായി റെസ്പോണ്ട് ചെയ്യൂ. ഇത്തരം ഈ കാലവും കടന്നു പോകും, തിരിച്ചു വരും, ഇതിനേക്കാൾ വമ്പിച്ച തിരിച്ചുവരവ് ഉണ്ടാകും എന്നാണ്. നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാത്തിലും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ സൗദി അറേബ്യയുടെ കാര്യം എടുക്കും. 2014-16 കാലഘട്ടങ്ങളിൽ ഓയിലിന്റെ വില കുത്തനെ താഴോട്ട് വന്നപ്പോൾ 80% ഓയിലിൽ നിന്ന് മാത്രം ഗവൺമെന്റിന് റവന്യൂ ഉണ്ടായിരുന്ന സൗദിക്ക് ഒരു തിരിച്ചറിവുണ്ടായി, ഇതൊരു അപകടമാണെന്ന്. അതുകൊണ്ട് സൗദി വലിയ ചേഞ്ചുകൾ കൊണ്ടുവന്നു. അതിനുശേഷം നിയോം സിറ്റി ആയിക്കോട്ടെ, എന്റർടൈൻമെന്റ് ഫീൽഡിൽ വന്ന ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ടൂറിസത്തിനെ സൗദി പ്രൊമോട്ട് ചെയ്തതായിക്കോട്ടെ. അപ്പൊ അത്തരം ഇൻകത്തിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ സൗദി തയ്യാറായതിന് കാരണം ആ 2014-16 കാലഘട്ടത്തിൽ നടന്ന ഓയിൽ ക്രൈസിസ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ അതിജീവിച്ച് വന്ന് GCCയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതിനെയും അതിജീവിച്ച് ശക്തമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയും വളരാം. പുതിയ അവസരങ്ങളും പുതിയ ലോകവും നമുക്കായി കാത്തിരിക്കുന്നു. താങ്ക് യു.